നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. തലശ്ശേരിയിൽ 1.5 വയസ്സുള്ള കുട്ടിയെയും ദലിത് സ്ത്രീകളെയും ജാമ്യമില്ലാ വകുപ്പുകളിൽ ജയിലിലടച്ച സംഭവം വിവാദമായി. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്ന് പിണറായി. എന്താ അതിന്റെ കാര്യങ്ങൾ ഇക്കാരൊക്കെ അറിയില്ല, നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരായിക്കെതിരെ മത്സരിച്ചതിന്റെ വിരോധമെന്ന് ചെന്നിത്തല. സ്ത്രീകൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. ജിഷ കൊലക്കേസിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. പ്രതിക്ക് ജിഷയോട് അടങ്ങാത്ത പക. ജിഷയെ കാമാസക്തിയോടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. എതിർത്തതിന്റെ വിദ്വേഷത്തിൽ ജനനേന്ദ്രിയത്തിൽ കത്തി കയറ്റി. കുളക്കടവിൽ വെച്ച് അമീറുൽ ഇസ്ലാമിനെ ജിഷയുടെ അമ്മ മർദ്ദിച്ചിരുന്നുവെന്ന് ദ്വിഭാഷി. ഉമ്മ പിന്നെ വേറൊരു ആൾ കൂടി അവിടെ കിണറിലേക്ക് കുളിക്കാൻ പോയിരുന്നപ്പോൾ തല്ലി. അപ്പോൾ ഇവന് ദേഷ്യം കയറിയിട്ട് അങ്ങനെ പോയി. പ്രതിയെ കണ്ടിട്ടേ ഇല്ലെന്ന് ജിഷയുടെ അമ്മ. ജിഷ കൊലക്കേസിൽ എല്ലാവരെയും തൃപ്തരാക്കി അന്വേഷണം കൊണ്ടുപോകാനാകില്ലെന്ന് DGP. എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് ഇത് ഉണ്ടാക്കും, സന്തോഷം ഉണ്ടാകും. കുറേ ആൾക്കാർ പറയുമ്പോൾ ഇത് ഒരു സബ്ജക്റ്റീവ് മാറ്ററാണ്. അതിൽ തിരിച്ചറിയൽ പരേഡിന് കോടതി അനുമതി. അമീറുലിന്റെ സുഹൃത്തുക്കളെയും പ്രതി ചേർക്കും. ചരക്ക് സേവന നികുതി ബില്ലിനെ കേരളം പിന്തുണയ്ക്കുമെന്ന് തോമസ് ഐസക്. കൗൺസിൽ ഘടനയിൽ മാറ്റം വേണമെന്ന നിലപാട് തുടരും. കൊച്ചിയിൽ മെട്രോ അനുബന്ധ ജലഗതാഗത പദ്ധതിക്കായി ജർമ്മൻ വായ്പാ ഏജൻസിയുമായി കരാറായി. ദേശീയപാത വികസനത്തിനായുള്ള ടെൻഡർ മാനദണ്ഡങ്ങളിൽ കേന്ദ്രം ഇളവ് നൽകുമെന്ന് മുഖ്യമന്ത്രി. 80% ഭൂമി ഏറ്റെടുക്കണമെന്ന വ്യവസ്ഥയിൽ ഇളവ് നൽകാമെന്ന് നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 152 അടിയാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പിണറായി. ആലങ്കാരിക പദവികൾ ആവശ്യമില്ലെന്ന് VS അച്യുതാനന്ദൻ. മുൻഗണന പാർട്ടി പദവികൾക്കെന്നും VS യെച്ചൂരിയോട്. VSനെതിരായ പരാതികൾ പരിശോധിക്കുന്ന PB കമ്മീഷന്റെ നടപടികൾ വൈകുമെന്ന് കേന്ദ്ര നേതാക്കൾ. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSCക്ക് വിടുന്ന കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി KT ജലീൽ. നടപടി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ. സാമുദായിക സംഘടനകളോട് ആലോചിച്ചില്ലെന്ന് സമസ്ത IK വിഭാഗം. നിയമനങ്ങളിൽ സാമുദായിക പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന് സംശയമെന്നും സംസ്ഥാന നേതാവ്. Colombia go through. കോപ്പ അമേരിക്കയിൽ കൊളംബിയ സെമിയിൽ. പെറുവിനെ ഷൂട്ടൌട്ടിൽ മറികടന്നു. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. കണ്ണൂരിൽ CPM പ്രവർത്തകരുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം റിമാൻഡിലായ ദളിത് യുവതികൾക്ക് ജാമ്യം ലഭിച്ചു. തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. സംഭവം വിവാദമാക്കാൻ വേണ്ടി ജാമ്യാപേക്ഷാ നടപടികൾ കോൺഗ്രസ് നേതാക്കൾ വൈകിപ്പിച്ചെന്ന് P. ജയരാജൻ ആരോപിച്ചു. അതേസമയം ഇന്നലെ തന്നെ യുവതികളുടെ ജാമ്യാപേക്ഷ നിരാകരിച്ച ജഡ്ജിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് K. സുധാകരൻ രംഗത്തെത്തി. ദളിത് യുവതികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ DGPയും പട്ടികജാതി കമ്മീഷനും റിപ്പോർട്ട് തേടി. CPM പ്രവർത്തകരെ തലശ്ശേരി കുട്ടിമാക്കൂലിലെ പാർട്ടി ഓഫീസിൽ കയറി മർദ്ദിച്ചു എന്ന പരാതിയിലാണ് ദളിത് യുവതികൾക്കെതിരെ കേസെടുത്തത്. കേസിൽ പ്രതികളായ അഖില, അഞ്ജന എന്നിവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റിലായ യുവതികൾ കൈക്കുഞ്ഞിനൊപ്പം റിമാൻഡിലായതോടെയാണ് പ്രതിഷേധം കത്തിപ്പടർന്നത്. പോലീസിനെതിരെ ആഞ്ഞടിച്ച K. സുധാകരൻ കണ്ണൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഇന്നലത്തെ നടപടിയെയും ചോദ്യം ചെയ്തു. CPM ഗൂഢാലോചനയുടെ ഭാഗമായാണ് പെൺകുട്ടികൾ ജയിലിലടയ്ക്കപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു. ഏത് ക്രിമിനൽ ആക്ട് അനുസരിച്ച് ജാമ്യ ഹർജി കൊടുത്താൽ അദ്ദേഹത്തിന് വാങ്ങി റിജക്ട് ചെയ്യാം, സ്വീകരിക്കാം. വാങ്ങാതിരിക്കുന്ന പ്രൊഫഷൻ ഏതാ? വീട്ടിൽ കൊണ്ടുപോയാൽ പോലും ജാമ്യ ഹർജി കൊടുത്താൽ വാങ്ങണ്ടേ? എന്നാൽ പെൺകുട്ടികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള ഹീനമായ പ്രവൃത്തികൾ നടത്തിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന് P. ജയരാജൻ തിരിച്ചടിച്ചു. ജാമ്യം കിട്ടാവുന്ന ഒരു കേസിൽ നിയമാനുസൃതം ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ച് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കൈക്കൊള്ളുന്നതിന് പകരം ഒരു നാടകമാടലാണ്. ആ നാടകം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നോക്കിക്കാണുന്ന ആർക്കും മനസ്സിലാവും. പെൺകുട്ടികളുടെ പിതാവ് ഇന്ന് സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി അഖിലയ്ക്കും അഞ്ജനയ്ക്കും ജാമ്യം അനുവദിച്ചു. മനുഷ്യത്വരഹിതമായാണ് പോലീസ് തങ്ങളോട് പെരുമാറിയതെന്നും CPMകാരാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും ജയിൽ മോചിതരായ യുവതികൾ പ്രതികരിച്ചു. പെരുമാറുന്നവരെ നമ്മളോട് പെരുമാറിയ വെച്ചാല് ഇവരോട് ആരാ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ മറ്റേ ഇവരെ അങ്ങോട്ട് അകത്ത് കയറ്റി. അന്നേരം നമുക്ക് മനസ്സിലായിട്ടില്ല ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണെന്നും മനസ്സിലായിട്ടില്ല. ഇവരെന്ത് തെറ്റിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് എൻ്റെ ചെറിയ മോളെയും കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്നത് എന്ത് തെറ്റിയിട്ടാണെന്ന് അറിയില്ല. സംഭവത്തിൽ DGP ഉത്തരമേഖല ADGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
പട്ടികജാതി കമ്മീഷനും ദളിത് യുവതികളുടെ അറസ്റ്റിൽ വിശദീകരണം തേടി. അതിനിടെ പെൺകുട്ടികളെയും കുടുംബത്തെയും ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന കേസിൽ 3 CPM പ്രവർത്തകർ റിമാൻഡിലാണ്. റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയമാണ് ന്യൂസ് ടുഡേ പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് സുമാ ബാലകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി, CPM നേതാവ് AA റഹീം, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ, സാമൂഹ്യ പ്രവർത്തകൻ AS അജിത് കുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ AA റഹീം, മാർക്സിസവും അംബേദ്കറിസവും തോളോട് തോള് ചേർന്ന് മുന്നോട്ട് പോകുമെന്നാണ് സീതാറാം യെച്ചൂരി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സമരകാലത്ത് പറഞ്ഞത്. ലാൽ സലാമും ജയ് ഭീമും ഒരുമിച്ച് പോകുന്ന മുദ്രാവാക്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2 ദലിത് സ്ത്രീകളെ ജയിലിൽ അടച്ചുകൊണ്ടാണോ ഈ 2 മുദ്രാവാക്യങ്ങൾ, ലാൽ സലാമും ജയ് ഭീമും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ഉദ്ദേശിക്കുന്നത്? ശ്രീ വിജയകുമാർ, ഇത് ഒരു ദളിത് വിരുദ്ധതയുടെ മൂവ്മെൻ്റായി, നടപടിയായി ചിത്രീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അത് ഇതിനെ മറയാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമം മാത്രമാണ്. അവിടെ നടന്നൊരു സംഭവം, അവിടെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, എന്നെ അല്പം ഒരു 2 മിനിറ്റ് വിശദീകരിക്കാൻ അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവിടെ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു വരുന്നുണ്ട്. അത് ശ്രീ രാജനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമെതിരെ ഒരുപാട് വ്യവഹാരങ്ങളുണ്ട്. അവർ തിരിച്ചും വ്യവഹാരങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ അവരുടെ അടുത്ത വീട്ടുകാരിയായ സക്കീന, ശ്രീമതി സക്കീന, മാലിന്യ പ്രശ്നവും അത് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും സ്ഥിരമായി നടന്നു വരികയാണ്. അവരുടെ മകനെ പ്രതിയാക്കി ശ്രീ രാജൻ നിരവധി കേസുകൾ കൊടുത്തിട്ടുണ്ട്. ശ്രീ മുരുകൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വികലാംഗനുമാണ്, ശ്രീ രാജൻ്റെ അടുത്ത ബന്ധുവാണ്, അദ്ദേഹം വാദിയായി, രാജൻ ഈ മക്കളും പ്രതിയായി വേറെ കേസുണ്ട്. അശോകൻ ഇന്ത്യൻ ബാങ്കിലെ ഓഫീസറായിരുന്നു, ഇപ്പോഴുമാണ്, അദ്ദേഹം ഈ രാജൻ്റെ ബന്ധുവാണ്. ഇവരെല്ലാം ഒരുപാട്, ഞാൻ ദീർഘമായി പോകുന്നില്ല. അപ്പോൾ ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ അവിടുത്തെ DYFI പ്രവർത്തകർ ഇദ്ദേഹം കോൺഗ്രസ് ആണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മക്കളും കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന നിലയിലും നമ്മളുമായി നടക്കുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളുടെയും പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഞങ്ങൾ നേരത്തെയും കൊടുത്തിട്ടുണ്ട്. ജൂൺ മാസം 9-ാം തീയതി അവിടെ ശ്രീനാരായണ വായനശാലയിൽ വെച്ച് അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമായ ശ്രീ കരുണാകരൻ ഉൾപ്പെടെയുള്ളവർ, ഈ രാജൻ്റെ ബന്ധുവും കൂടിയായ ശ്രീ ദിനേശൻ, ഇവരെല്ലാവരും ഇരുന്ന്, അവിടുത്തെ പ്രാദേശിക പാർട്ടിയും എല്ലാവരും ഇരുന്ന് ഈ പ്രശ്നം പരിഹരിക്കുന്നു. ആ ചർച്ചകൾക്കിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇത് ദളിത് പ്രശ്നമായി ഉയർന്നു വരുന്നില്ലല്ലോ, രാഷ്ട്രീയ പ്രശ്നം മാത്രമായിരുന്നു. അപ്പോഴൊന്നും ഇത് വരുന്നില്ല, ഒരു പരാതിയുമില്ല. അതിനുശേഷം ജൂൺ മാസം 9-നാണിത്. 11-ാം തീയതി കണ്ണൂരിലെ വനിതാ സെല്ലിൽ ഈ ഒത്തുതീർപ്പായ പ്രശ്നങ്ങളെ ചൊല്ലി വീണ്ടും ഇദ്ദേഹം പരാതിയുമായി പോകുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് ഈ ഷിജിൽ എന്ന് പറയുന്ന DYFI പയ്യനും ഈ രാജനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ ഷിജിലിനെ പ്രതിയാക്കി കേസെടുക്കുന്നു. ഈ പറയുന്ന ഗവൺമെൻറ് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഷിജിലിനെ പ്രതിയാക്കി ശ്രീ രാജൻ കൊടുത്ത പരാതി അതുപോലെ സ്വീകരിച്ച് ഷിജിലിൻ്റെ പേരിൽ കേസെടുക്കുന്നു, സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും പ്രശ്നമുണ്ടാകുമ്പോൾ ഈ കുട്ടികൾ ചെന്നിട്ട് ഈ പറയുന്ന DYFIയുടെ ഓഫീസിനകത്ത്, പാർട്ടി ഓഫീസിനകത്ത് കയറി ഷിജിലിനെ ആക്രമിക്കുന്നത്. അതിനെതിരായി തിരിച്ചും പ്രതികരണം ഉണ്ടാകുന്നു. ഈ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ, അവിടുത്തെ പോലീസ് എടുത്ത സമീപനം, 2 പേർക്കുമെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുന്നു. അതിൽ ഈ നമ്മുടെ പ്രവർത്തകർക്കെതിരെ ഇവരുടെ മൊഴിയെടുത്ത് ആ മൊഴി പ്രകാരം കേസെടുത്തു. അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു, അവരെ ജയിലിലും വിട്ടു. അവർ ജയിലിലാണ്, ഇപ്പോഴും ജയിലിലാണ്, നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. അതേസമയം തന്നെ നേരെ തിരിച്ച് ഷിജിലിൻ്റെ പരാതിയിന്മേൽ ഈ ആഫീസ് ആക്രമിച്ചതിൻ്റെ പേരിൽ കുട്ടികൾക്കെതിരെ കേസെടുത്തു. ആ കേസെടുത്തിട്ട് ഇത്രയും ദിവസം അറസ്റ്റ് ചെയ്തില്ലല്ലോ, ഒരു നിയമ നടപടിയും പൊടുന്നനെ സ്വീകരിച്ചില്ലല്ലോ. ഇന്നിപ്പോൾ അവരുടെ രാജൻ പോയ പരാതി, അദ്ദേഹം ശ്രീരാജൻ പോയ പരാതി പോലെ എന്തേ ആ കാലയളവിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്തില്ല, നിയമപരമായ നടപടികൾക്കുള്ള അവരുടെ കാര്യങ്ങൾ നോക്കിയില്ല, അതൊന്നും ചെയ്യാതിരുന്നു. അതിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും പോലീസ് വരെ വിളിച്ചു വരുത്തി. ഷിജിൽ കൊടുത്ത പരാതി അപ്രകാരം പോലീസ് കേസെടുത്തിട്ടില്ല. 452 മാത്രമാണ് ഉൾപ്പെടുത്തിയത്, അതിലുപരി പരാതി ഉണ്ടായിരുന്നു. അവരുടെ പരാതിയിന്മേൽ കൃത്യമായ നടപടി സ്വീകരിക്കുകയും ഈ പെൺകുട്ടികളുടെ പരാതിയിന്മേൽ, ശ്രീ രാജൻ്റെ പരാതിയിന്മേൽ ഹരിജൻ അട്രോസിറ്റി ഉൾപ്പെടെ, ദളിത് അട്രോസിറ്റി ഉൾപ്പെടെയുള്ള കേസെടുത്ത് മാരകമായ വകുപ്പ് ചുമത്തി ഇടതുപക്ഷ ഗവൺമെൻറ് സമയത്തായിരുന്നിട്ട് പോലും അവരുടെ പരാതി അതുപോലെ സ്വീകരിച്ച് ജയിലിലടച്ച ഇടതുപക്ഷമാണോ നീതി കാട്ടിയത്? അതേ മറിച്ച് ഇന്നിതിനെ ഈ വിഷയത്തെ സ്വാഭാവികമായി ഉണ്ടായ നിയമ നടപടിക്രമത്തെ ചൂണ്ടി നിന്നുകൊണ്ട് അതിനൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയി ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ തന്നെയല്ലേ? കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 സ്ത്രീകൾ
അവർക്ക് അവരുടെ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം സബ് ജയിലിലെ വനിതാ സെല്ലിൽ കിടക്കേണ്ടി വന്നു എന്നത് ഒരു സെൻസിറ്റീവ് ഇഷ്യൂ തന്നെയാണ്. പാർട്ടി ഓഫീസിൽ ഒരു പ്രശ്നം, ഒരു സ്ഥലത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ 2 സ്ത്രീകൾ പാർട്ടി ഓഫീസിൽ കയറി എന്ത് തരത്തിലുള്ള അതിക്രമം നടത്തിയെന്നാണ് ഇത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെയാണ്. CPMന്റെ ഒരു ശക്തി കേന്ദ്രത്തിലെ ഒരു പാർട്ടി ബ്രാഞ്ച് ഓഫീസിൽ കടന്ന് ഈ 30ഉം 25ഉം വയസ്സുള്ള 2 സ്ത്രീകൾ എന്ത് അതിക്രമം നടത്തി എന്നാണ് ആരോപിക്കാൻ കഴിയുക? ഒന്ന്, അത് ജനങ്ങൾക്ക് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന തരത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, റഹീം തന്നെ സൂചിപ്പിക്കുന്നത് ഇവർ ഒരു ശല്യക്കാരായ വ്യവഹാരികളാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതെന്തുമായിക്കൊള്ളട്ടെ, അവർ കേസുണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകാം. പക്ഷേ ഇവിടെ ആ കേസൊന്നുമല്ലല്ലോ. ഇത് CPMന്റെ ബ്രാഞ്ച് ഓഫീസിൽ അതിക്രമിച്ച് കയറി ഈ 2 സ്ത്രീകളും അവിടെ വലിയ അതിക്രമം നടത്തി എന്നാണല്ലോ പരാതി. എങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ഇതിൽ നിലനിൽക്കും? നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ എത്ര പാർട്ടി ഓഫീസുകൾ കത്തിച്ചിട്ടുണ്ട്? എത്ര പാർട്ടി ഓഫീസുകൾ കോൺഗ്രസിൻ്റെയും CPMന്റെയും BJPയുടെയും CPIയുടെയും ഒക്കെ എത്ര പാർട്ടി ഓഫീസുകളിൽ അതിക്രമിച്ച് കയറി കത്തിക്കുകയും എറിയുകയും ഒക്കെ ചെയ്തു? ഈ കേസിലെ പ്രതികളെയൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇതൊരു പ്രത്യേക കേസായി കാണേണ്ടി വരുന്നത് ഇവരുടെ സാമൂഹ്യ പശ്ചാത്തലം കൂടി കണക്കിലെടുക്കുന്നത് കൊണ്ടാണ്. അല്ല, ഇതുപോലെ നിങ്ങൾ ഈ പറയുന്നത് പ്രകാരമാണെങ്കിൽ എത്രയോ സന്ദർഭത്തിൽ ഇതുപോലുള്ള സെൻസിറ്റീവായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനാകും. അപ്പോൾ ആറാളം ഭാവവുമായി ബന്ധപ്പെട്ട സമരത്തിൽ, അങ്ങനെ എത്രയോ പ്രക്ഷോഭ സമരത്തിൽ, അത് പോട്ടെ, ഞാൻ അതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ പോട്ടെ, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാതെ ബോധപൂർവ്വം കണ്ണടയ്ക്കുന്നു എന്നുള്ള പരാതി മാത്രമേ എനിക്കുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഓഫീസിനകത്ത് പ്രശ്നമുണ്ടാകുന്നു, അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകുന്നു. ആ ഉണ്ടായത് റിയാലിറ്റിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക. ആർക്കാണ് അങ്ങനെ ആക്ഷേപമുള്ളത്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും ശ്രീ വിജയകുമാർ, ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന സംവിധാനങ്ങളും എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്കെതിരെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യത്തിൽ കേസ് എടുത്തിരിക്കുന്നു. എടുത്തിട്ട് ഇത്രയും ദിവസമായല്ലോ. ആ സമയത്തിനിടയിൽ നിയമപരമായി എവിടെയെങ്കിലും നിങ്ങൾ പോയോ? ഞങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്തെന്ന് ഉന്നത പോലീസ് ഓഫീസർമാർക്ക് പരാതി കൊടുത്തോ? എവിടെ പോയി? കോടതിയിൽ പോയി നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന സമീപനമാണോ കോൺഗ്രസ് സ്വീകരിച്ചത്? ഇവർക്ക് ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള സമയമുണ്ടായിരുന്നു, അതിന് ശ്രമിച്ചില്ല എന്ന ആരോപണമുണ്ട്. ഇന്നലെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ജാമ്യത്തിലെടുക്കാമായിരുന്നു, അതിന് ശ്രമിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്. അവർ ഒരു ദിവസം ജയിലിൽ കിടന്നോട്ടെ, അതിൻ്റെ ഒരു രാഷ്ട്രീയ മെച്ചം, നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന ഒരു രാഷ്ട്രീയ തന്ത്രം, ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചോ? ഇന്നലെയൊക്കെ വലിയ തോതിലുള്ള പ്രക്ഷോഭം കോൺഗ്രസ് സംഘടിപ്പിച്ചുവല്ലോ. ഇതിൻ്റെ ഭാഗമായി, ഇവർക്കെതിരെ കേസെടുത്തതിൻ്റെയൊക്കെ ഭാഗമായി ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തുകൂടായിരുന്നു? കോൺഗ്രസ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടുത്തെ സംഭവം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് അവർ പീഡനം അനുഭവിക്കുക. കാരണം ആദ്യം രാജൻ്റെ ഭാര്യ തലശ്ശേരി മുനിസിപ്പാലിറ്റി മത്സരിച്ചു. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്ന ശ്രീ ആമീന മാളിയേക്കൽക്കെതിരായിട്ട് ഇദ്ദേഹത്തിൻ്റെ മകൾ മത്സരിച്ചു. ഈ പ്രാവശ്യം കാരായി ചന്ദ്രശേഖരനെതിരായിട്ട് ശ്രീ രാജൻ തന്നെ മത്സരിച്ചു. കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പം ആരെങ്കിലും ഒരാൾ ഒരു മത്സരത്തിൽ ജയിച്ചു വന്നാൽ പോലും ഇവരുടെ വീടിൻ്റെ മുകളിൽ വന്നിട്ട് കൂക്കി വിളിക്കുക, ബേളം വെക്കുക, അല്ല വീട്ടിലേക്ക് കല്ലെറിയുക, ഈ കുട്ടികളെ അധിക്ഷേപിക്കുക, അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയത്. ഇപ്രാവശ്യത്തെ മത്സരത്തിന് ശേഷം നിരന്തരം കൂക്കി വിളിക്കലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് രാജനെ ഇവർ മർദ്ദിക്കുന്നത്. രാജനെ മർദ്ദിച്ച് രാജൻ നേരിട്ട് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ കേൾവി പോലും നഷ്ടപ്പെട്ടു പോയി എന്ന്. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ നേടി. അതിനുശേഷം ഈ 2 കുട്ടികളും കൂടി ചായക്കടയിൽ പോയി, ബേക്കറിയിൽ പോയി എന്തെങ്കിലും ചായക്ക് കടി വാങ്ങണമെന്ന് പറഞ്ഞ് പോവുകയാണ്. പോകുന്ന സമയത്താണ് ഈ പാർട്ടി ഓഫീസിൽ നിന്ന് ഇവരെ ജാതിപ്പേര് വിളിച്ചുകൊണ്ട്, ജാതിപ്പേര് എന്താണ് എന്നിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ കുട്ടികൾ അവരെ എന്താ വിളിച്ചെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും അച്ഛനെ ചീത്ത പറയുകയും ചെയ്യുമ്പോൾ ഇത് എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിക്കാൻ ഈ കുട്ടികൾ പാർട്ടി ഓഫീസിലേക്ക് കയറി. അവർ പറയുന്ന പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോലും കയറിയില്ല. അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലിജിറ്റ് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകനാണ്. ഒരു നേതാവെന്നോ സഖാവെന്നോ പറയാൻ എനിക്ക് സാധിക്കില്ല, ഒരു ഗുണ്ട എന്ന് വേണേൽ പറയാം. അയാളാണ് അവിടുത്തെ കസേര എടുത്ത് ഈ പെൺകുട്ടിയെ അടിച്ചതിന് ശേഷം അവിടെ വന്ന് ഇവരുടെ കയ്യിൽ 1.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ വലിച്ചെടുത്ത് നിലത്തടിക്കാൻ തോന്നി
കഴിഞ്ഞപ്പോൾ ഇവർ കൂക്കി ബഹളം വെച്ച് വെളിയിലിറങ്ങുകയായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു ആക്ഷേപം ആ കുട്ടികളുടെ പേരിൽ ഉണ്ടാക്കി. നിങ്ങൾ ആ കുട്ടിയെ ടി വിയിലൂടെ ആണെങ്കിലും കണ്ടല്ലോ. ഞാൻ ഇന്ന് വനിതാ ജയിലിൽ പോയി അവർ മോചിതരായി കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് തലശ്ശേരി കൊണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത്. ആ കുട്ടിയെ കണ്ടാൽ ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, അവര് ഒരു ആളെ മർദ്ദിച്ചു എന്നോ ഒരു പുരുഷന്റെ നേരെ കൈ ഓങ്ങിയെന്നോ എന്ന് പറയാൻ സാധിക്കില്ല. ആ കുട്ടികളെ നിങ്ങൾ കണ്ടല്ലോ, അവരുടെ പിക്ചറെങ്കിലും അവരുടെ ചിത്രമെങ്കിലും നിങ്ങൾ ടി വിയിലൂടെ കണ്ടല്ലോ. അവരവിടെ ചെന്ന് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്, എന്തിനാണ് അച്ഛനെ ചീത്ത വിളിക്കുന്നത്, എന്തിനാണ് അച്ഛനെ മർദ്ദിച്ചത് എന്ന് ചോദിക്കാമെന്നും പറഞ്ഞു പോയപ്പോഴാണ് ഈ മനുഷ്യൻ മുണ്ട് പൊക്കി കാണിച്ചു, നഗ്നത പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് എന്തൊരു കാട്ടുനീതിയാണ്. 2 പെൺകുട്ടികൾ ഒരു ഓഫീസിലേക്ക് കയറി വന്നാൽ അത് മാർക്സ് പാർട്ടിയുടെ ഓഫീസാകട്ടെ, ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാകട്ടെ, അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ളയാൾ മുണ്ട് പൊക്കി കാണിക്കുകയാണ് വേണ്ടത്. മുണ്ട് പൊക്കി കാണിച്ചതിന് ശേഷം അവിടെ അയാളിരുന്ന കസേര എടുത്ത് ഈ പെൺകുട്ടിയെ അടിച്ചു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വീട്ടിൽ പോയി കഴിഞ്ഞ് കേസ് വന്നപ്പോൾ അവിടെയുള്ള ഈ പാർട്ടി പ്രവർത്തകനായ ലിജിനെ മർദ്ദിച്ചു എന്നും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്? ഏതെങ്കിലും കാര്യം, അപക്വമായ കാര്യം, ഒട്ടും നടപ്പിലാക്കാത്ത കാര്യം, ആ കാര്യം പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴിയടിപ്പിക്കാനെന്ന വ്യാജേനയാണ് വിളിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് നിങ്ങളോട് 2 കാര്യം ചോദിക്കാനുണ്ട്, അതിന് മറുപടി പറഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ അവിടെ വിളിച്ചു വരുത്തുമ്പോഴും ഈ കുട്ടിയുടെ കയ്യിൽ, ഈ സ്ത്രീയുടെ കയ്യിൽ അവരുടെ 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്. അവിടെ ചെന്ന് കുറച്ചു സമയം അവിടെ ഇരിക്കാൻ പറഞ്ഞില്ല, നിൽക്കാൻ പറഞ്ഞു. അവരോട് പെരുമാറിയത് ഒരു ക്രിമിനലിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ പെരുമാറിയെന്ന് പറഞ്ഞു. അന്നേരം അവർക്കറിയത്തില്ല അവരെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെ അവരെ റിമാൻഡ് ചെയ്യാൻ പോവുക. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് അവരെ നയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ അന്ന് തലശ്ശേരിയിലുണ്ട്. ഈ കുടുംബത്തോട് ചെയ്യുന്ന അക്രമങ്ങൾക്കെതിരെ, ഈ കുടുംബം തർക്കവുമില്ല, അക്കാര്യത്തിൽ കോൺഗ്രസ് ഇടപെട്ടു. ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇന്നലെ അവർക്ക് ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം ഒരു രാത്രി സബ് ജയിലിലെ വനിതാ സെല്ലിൽ അവർക്ക് കിടക്കേണ്ടി വരില്ലായിരുന്നു. ഒന്നത്. 2, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള സാവകാശവും ഉണ്ടായിരുന്നു. ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിനിടയിൽ ഒരു സാവകാശവും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 സാഹചര്യവും കോൺഗ്രസ് ഉപയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും കുറഞ്ഞത് ഇന്നലെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുമ്പോൾ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ച് അവർക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ നിലയ്ക്ക് അതിനെ എന്തുകൊണ്ടാണ് കണക്കിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത്? അവരെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷേ സമയം വൈകിപ്പോയി. അന്നേരത്തേക്കിന് അവരെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. എനിക്കതിൽ ചില സംശയങ്ങളുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജിത് കുമാർ, അറിയാതെ പോയതല്ലേ ഇവരെ ഈ ഒരു രീതിയിലേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആ പ്രതിയോടൊപ്പമുള്ളവർ നമ്മളുടെ ആളാണെങ്കിൽ നമ്മൾ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കുമല്ലോ. സ്വാഭാവികമായും നമ്മുടെ കൂടെ ഒരു അഭിഭാഷകനെ കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ കോടതിയിലേക്ക് പോകുക. അത്തരം ഒരു പ്രാഥമികമായ നടപടികൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജിത് കുമാർ, ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ റഹീം പറഞ്ഞത് ഇതിനെ ഒരു ദളിത് പ്രശ്നമായി ഒന്നും കാണേണ്ടതില്ല, ഇത് രാഷ്ട്രീയമാണ് എന്ന്. രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഇതൊരു ദളിത് കുടുംബമാണ്. അവരുടെ പ്രധാനപ്പെട്ട പരാതി അവരെ ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുന്നത് നമ്മുടെ ക്രിമിനൽ നടപടിച്ചട്ടം പ്രകാരം കുറ്റവുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ നിരന്തരമായി ആക്ഷേപം നേരിടേണ്ടി വരുന്നുവെന്ന് അവർ പരാതിപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അതൊരു ദളിത് പ്രശ്നമായി രൂപപ്പെട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കുട്ടിയോടൊപ്പം അവർക്ക് ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. CPMൻ്റെ സമീപനത്തിൽ ആ നിലയിൽ പിന്നോക്ക ദളിത് വിഭാഗങ്ങളോട് ഇത്തരമൊരു രീതി അവർ സാധാരണ പിന്തുടർന്നു പോരുന്ന ഒരു പാർട്ടിയാണെന്നൊരു ആക്ഷേപം നിങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്കുണ്ടോ? ശ്രീ അജിത് കുമാർ. ഇപ്പം നടന്നിട്ടുള്ള മിക്ക ദളിത് പ്രശ്നങ്ങളിൽ ഒരിക്കലും ഈ ജാതിയാണെന്ന് പറയാറില്ല സാധാരണ. ഇപ്പം രോഹിത് വെമുലയുടെ കാര്യത്തിന് നമ്മൾ കണ്ടതാണ്. അത് ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് ഒരു ജാതി പ്രശ്നമാണെന്നുള്ളത് BJP അംഗീകരിച്ചിട്ടില്ല. അപ്പം ജിഷയുടെ കാര്യം വന്നപ്പോഴും ഇതാണ് പറഞ്ഞത്, അതിനകത്ത് ജാതിയുടെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ. അപ്പം മിക്ക കാര്യങ്ങളും
ഈ ദളിത് വിഷയത്തിൽ എന്തെങ്കിലും ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ, ദളിതർക്കെതിരെയോ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു ജാതിയുടെ പ്രശ്നമായിട്ട് പറയാറില്ല. അത് അംഗീകരിക്കാൻ ആരും തയ്യാറല്ല യഥാർത്ഥത്തിൽ. പക്ഷേ CPMൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുറേ വർഷത്തെ ഒരു ചരിത്രം തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ദളിത് വിരുദ്ധവും മുസ്ലിം വിരുദ്ധവുമായിട്ടുള്ള ഒരു സമീപനങ്ങളാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൂരിലെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിത്രലേഖയുടെ പ്രശ്നം. അപ്പോൾ ചിത്രലേഖ ഒരു 12 വർഷത്തോളം ഈ CPMൻ്റെ ജാതീയമായിട്ടുള്ള അതിക്രമങ്ങൾ പല രീതിയിൽ, ഇതുപോലെ തന്നെ ജാതി പേര് വിളിച്ചാക്ഷേപിക്കുന്ന രീതിയിലും, അതല്ലാതെ തന്നെ അവർക്ക് ജീവിക്കാൻ അവിടെ സ്വന്തം നാട്ടിൽ പയ്യന്നൂർ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ശക്തമായിട്ട് CPMൻ്റെ ജാതി അതിക്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ CPMൻ്റെ പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറലായൊരു കാര്യം തന്നെ, പാർട്ടിയുടെ ഘടന തന്നെ, അതൊരു പാർട്ടി ഘടന എന്ന് പറയുന്നത് ഒരു ആധുനിക ജാതിയുടെ രൂപമാണ്. അപ്പോൾ CPM എല്ലാ കാലത്തും അങ്ങനെ ജാതീയമായിട്ട് തന്നെ നിലനിന്നിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്നത്, ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നു. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. CPM വളരെ കാലങ്ങളായി തുടർന്നു വരുന്ന അതിൻ്റെ സൈദ്ധാന്തിക തലത്തിലുള്ളതായാലും പാർട്ടിയുടെ ഘടനയിലായാലും മൊത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിലും അടിസ്ഥാനപരമായിട്ട് ഒരു ജാതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നത്. സൈദ്ധാന്തിക തലത്തിൽ ഇതിലൊക്കെ എവിടെയാണ് നിൽക്കുന്നത് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സൈദ്ധാന്തിക തലത്തിലെന്ന് പറയുമ്പോൾ ജാതിയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ഇതുവരെ കാര്യമായിട്ടൊരു നയം CPMനില്ല. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിണറായി കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന തന്നെ ദളിതർ സ്വന്തമായിട്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴ് ദളിത് സംഘടനകളോ മുസ്ലിം സംഘടനകളോ ഒക്കെ സ്വന്തമായിട്ടുള്ള രീതിയിൽ സമരം നടത്തുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാറില്ല. അപ്പം അത് അടിസ്ഥാനപരമായിട്ട് അത് സൈദ്ധാന്തികമായിട്ട് തന്നെ ജാതി സംഘടന നിലനിൽക്കുന്നുണ്ട്. അതിനേക്കാളും വലിയ ഒരു കാര്യം തന്നെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടി ഓഫീസിൽ കയറി ആക്രമിച്ചു എന്ന് പറയുന്നത്, പക്ഷേ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഒരാൾക്ക് ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആക്രമിക്കുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജാതി പേര് വിളിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹിംസയാണ്. ജാതി പേര് വിളിക്കുക അല്ലെങ്കിൽ ജാതീയമായിട്ട് അധിക്ഷേപിക്കുക എന്നുള്ളത് നമ്മൾ തല്ലുന്ന പോലെ കൊല്ലുന്ന പോലെ തന്നെ ഉള്ളൊരു ഹിംസയാണ്. അതിനെന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ആ ആക്രമണത്തെ അംഗീകരിക്കാതെ ആണ് പാർട്ടി ഓഫീസിൽ കയറി അടിച്ചു എന്ന് പറയുന്നത്. സാധാരണ CPM എല്ലാ കാലത്തും ചെയ്യാറുള്ള, ചിത്രലേഖയുടെ കാര്യത്തിലും കണ്ടതാണ്, അവർ ആക്രമിച്ചിട്ട് ചിത്രലേഖയുടെ ഭർത്താവിനെയൊക്കെ ആക്രമിച്ചിട്ട് തിരിച്ചാണ് കേസ് കൊടുക്കുന്നത്, പാർട്ടിക്കാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇതാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ആക്രമിക്കുകയും ദളിതരെ ഒക്കെ ആക്രമിക്കുകയും ചെയ്തിട്ട് തിരിച്ച് കേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നാൾ ഈ സൈദ്ധാന്തികമായിട്ടുള്ള കാര്യം ഞാൻ ഇതാണ് പറഞ്ഞത്, ഇതുവരെ ജാതീയമായിട്ട് ആക്ഷേപിക്കുക എന്ന് പറയുന്നതിനെ ഒരു അക്രമമായിട്ട് കാണുന്നില്ല. ഈ ആൾക്കാരെ ഫിസിക്കലായിട്ട് ആക്രമിക്കുന്നത് മാത്രമായിട്ട് താങ്കൾക്ക് മറുപടി പറയാൻ അവസരം ഞാൻ തരാം. ഞാൻ ശ്രീ PM വേലായുധനിലേക്ക് പോയതിനു ശേഷം റഹീമിനോട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരികയും ചെയ്യാം. ശ്രീ PM വേലായുധൻ, ഇപ്പോൾ BJP ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? BJP സംസ്ഥാന വക്താവിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നു. ഇതൊരു ദളിത് പീഡനം എന്ന നിലയിലാണോ, അതോ CPM കോൺഗ്രസ് രാഷ്ട്രീയ അതിക്രമം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള രാഷ്ട്രീയ ആക്രമണം കണ്ണൂരിലായതുകൊണ്ട് ആ നിലയിൽ അങ്ങനെയാണോ BJP ഇതിനെ കാണുന്നത്? ഇതൊരു ദളിത് പീഡനം തന്നെയാണ്. ഇതൊരു രാഷ്ട്രീയപരമായിട്ടല്ല കാണേണ്ടത്. ഇപ്പോൾ റഹീം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിയുടെ ഓഫീസിൽ കയറി 2 ദളിത് യുവതികൾ പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയും അവിടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ഒരു ഫലിതമാണ്. തീക്കനലിനെ ഉറുമ്പരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് റഹീമിൻ്റെ ഇപ്പോഴത്തെ ഈ സംസാരം. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി, ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. ജിഷയുടെ സംഭവത്തിൽ പോലീസിന് ഒരു പൊൻതൂവൽ കൊടുത്തു എങ്കിൽ രണ്ടാമത്തെ പൊൻതൂവലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി 2 ദളിത് യുവതികളെ വിളിച്ചു വരുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊടുത്ത് റിമാൻഡ് ചെയ്തു.
അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഈ സംഭവം നമുക്ക് കേട്ടുകേൾവില്ല. റഹീമിന് അറിയുമെന്നറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് 5-8 മാസക്കാലം 2 ജയിലിൽ കിടന്ന ആളാണ് ഞാൻ. ഇത്രയേറെ മോശമായ ഈ ഒരു കാലഘട്ടത്തിൽ പട്ടികജാതിക്കാരോട് കാണിക്കുന്ന അനീതി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുള്ളവരെല്ലാവരും നമ്പർ 1 സവർണവാദികളാണ്. ഒരൊറ്റ പട്ടികജാതിക്കാരൻ ഇന്നേ വരെ അവരുടെ പോളിറ്റ് ബ്യൂറോയിലില്ല. വ്യക്തമായ കണക്ക് ഞാൻ സൂചിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ. എത്ര കാലം നിങ്ങൾ ഈ പാവങ്ങളെ വഞ്ചിക്കുന്നു, എത്ര കാലമായി പറ്റിക്കുന്നു. ഇന്ന് അവരെ വിദ്യാഭ്യാസം കിട്ടി മുമ്പോട്ട് വന്നപ്പോൾ നിങ്ങൾ അവരെ മാരകമായി മർദ്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റതിന് ശേഷം 10-70ഓളം കുടുംബങ്ങൾ കേരളത്തിൽ ആകമാനം അവിടെയും ഇവിടെ എല്ലാം തച്ച് തകർത്തു. 10-60ഓളം വാഹനങ്ങൾ തച്ച് തകർത്തു. 10-200-ൽ പരം ആൾക്കാരെ വിവിധ തലത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ ഇന്ന് അവരെ ജീവിക്കുകയാണ്. ഇതൊരു അഹങ്കാരവും ഹുങ്കുമാണ് നടക്കുന്നത്. ചോദിക്കട്ടെ, മഹാത്മാ അയ്യങ്കാളിയുടെ ചരമദിനത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മഹാത്മാ അയ്യങ്കാൾ ഇവിടെ പോരാടിയത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി ഇന്ന് എന്തെങ്കിലും ശബ്ദിക്കാൻ പറ്റുന്നത് മാർക്സിസ്റ്റുകാരുടെ ഔദാര്യം കൊണ്ടല്ല, അത് മഹാത്മാ അയ്യങ്കാളി നേടിത്തന്ന ഒരു അധികാരവും ഞങ്ങളുടെ അവകാശവുമാണ്. അതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി 2 ദളിത് യുവതികളോട് നിങ്ങൾ കാണിക്കുന്ന ഈ അതിക്രമം വളരെ ആക്ഷേപകരമാണ്. നിങ്ങൾ കാണിക്കുന്നത് ചങ്കുറ്റം വളർന്നത് കാണിക്കേണ്ടത്. പാവപ്പെട്ട 2 ദളിത് യുവതികളെ വിളിച്ചു വരുത്തി. ഇതെന്താ പാർട്ടി ഓഫീസോ പോലീസ് സ്റ്റേഷൻ? അതാണ് പാർട്ടി ഓഫീസാണ്. BJPയുടെ നിലപാട് അതാണ്. ഞാൻ ശ്രീ റഹീം, ഇവിടെ അഖിലയും അഞ്ജനയും അവരുടെ പിതാവും നൽകിയ പരാതി അതിനൊരു ഒരു കൗണ്ടർ കേസ് കൊടുക്കുകയായിരുന്നു ഇവിടെ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ചെയ്തത്. ആ കേസിലാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നേരത്തെ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ആദ്യം ഒരു പരാതിക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ CPM തന്നെയാണ് അവിടെ സൃഷ്ടിച്ചതെന്നാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പരാതി ഗൗരവമുള്ള ഒരു പരാതിയായി നിലനിന്നപ്പോഴാണ് ഇത്തരം ഒരു കേസ് കൊടുത്ത് ഇവരെ 2 പേരെയും അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. അവിടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിലൊക്കെയുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ കോൺഗ്രസ് നേതാവായ ഇവരുടെ പിതാവായിരുന്നുവല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതിയോഗിയെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത് അദ്ദേഹത്തിനെതിരെ ഇതുപോലൊരു കേസ് ചുമത്തണമായിരുന്നു? ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മയ്ക്ക്, ഒരു ദളിത് സ്ത്രീക്ക് ഒരു ദിവസം വനിതാ സെല്ലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം, ഇത് ഗവൺമെന്റിന്റെ പോലീസ് നയം ഇങ്ങനെയാണോ എന്ന് സംശയിച്ചു പോകും എല്ലാവരും. വിജയകുമാർ, എനിക്ക് 3 പേർ പറഞ്ഞതിനും മറുപടി പറയാനുള്ള സ്വാഭാവികമായ നീതി സമയം തരണം. ഇവിടെ ശ്രീമതി സുമാ ബാലകൃഷ്ണൻ പറഞ്ഞതിലും താങ്കൾ പറഞ്ഞതും ചേർത്ത് ഞാൻ വായിക്കാൻ ശ്രമിക്കുകയാണ്. ഈ എന്തിനു വേണ്ടി ഇവർ കേസിന് ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചില്ല? ശ്രീ സുധീരൻ അവിടെ ഉണ്ടായിരുന്നു, പറഞ്ഞ വരികൾക്കിടയിലുണ്ടായിരുന്നല്ലോ, തലശ്ശേരിയിലുണ്ടായിരുന്നു. ഇവർക്കെതിരായി CPM ഒറ്റപ്പെടുത്തുന്നതിനെതിരെ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ ശ്രീമതി സുമാ ബാലകൃഷ്ണനോട്, ഒരു കേസ് നിലനിൽക്കുന്നു, കേസ് അന്നെടുത്ത കേസാണ്, സെയിം ആ ഇഷ്യൂ നടന്ന ക്രൈം ഡേറ്റിൽ തന്നെ എടുത്ത കേസാണ്. ആ കേസ് എടുത്ത് കേസ് നിലനിൽക്കുമ്പോൾ നിങ്ങൾ ധർണ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു വക്കീലിനെ പറഞ്ഞയക്കാത്തത്, ഇവരെ പിടിച്ചു എന്ന് പറയുന്നു, ഇവരെ അവിടെ വരാൻ പറഞ്ഞു കൊണ്ട് നിങ്ങളെന്തേ ജാമ്യം എടുക്കുന്നതിന്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യുന്നതിന് നിയമപരമായൊരു പരിരക്ഷയോ ഇനിയല്ല. ശ്രീ VM സുധീരൻ തന്നെ നേരിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പരാതി, എന്തെങ്കിലും KPCC രാഷ്ട്രീയമായോ വ്യക്തിപരമായോ ഒരു പരാതി, ഒരു പ്രിവെൻഷൻ എടുത്തില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി, അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റിൽ പ്രയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തി CPM-നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്നാ പിന്നെ കൊള്ളാം, മനസ്സിൽ ലഡുപൊട്ടി എന്നതുപോലെയാണ് നിങ്ങൾ ചെയ്തത്. അത് ഇങ്ങോട്ട് വേണ്ട, അത് ശരിയല്ല എന്ന് മാത്രമാണ് വിനീതമായി പറയാനുള്ളത്. രണ്ടാമത് ശ്രീ എനിക്ക് ദൗർഭാഗ്യകരമായാണ് തോന്നുന്നത്. ഒന്നിടപെട്ടോട്ടെ, ഈ ദളിത് യുവതികളെ വിളിച്ചു വരുത്തിയിട്ടാണ് നിങ്ങൾ ഈ പണി ചെയ്തത്. അങ്ങ് പറഞ്ഞപ്പോൾ കേട്ടിരുന്നു. അല്ല, നിങ്ങൾ ഈ പണി ചെയ്തത് ഈ ദളിത് യുവതികളെ വിളിച്ചു വരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്ത് ജയിലിൽ കൊണ്ടുപോകുന്നു. അതിനിപ്പോൾ ജാമ്യം എടുക്കാത്തതാണ് പരാതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം പട്ടികജാതി പട്ടികവർഗത്തിന്റെ മുകളിൽ കുതിര കയറുന്ന സ്വഭാവമുണ്ട്. ഞാൻ വസ്തുതകൾ ഒത്തിരി നിരത്താം. റഹീമെ, ഒത്തിരി വസ്തുതകൾ ഞാൻ നിരത്തി തരാം. എന്റെ കയ്യിലുണ്ട് സാധനങ്ങൾ ഒത്തിരി. എവിടെ നിങ്ങളുടെ ബുദ്ധിജീവികൾ? അല്ല, എനിക്ക് പറയാൻ അവസരം തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ശ്രീ വേലായുധൻ, ഞാൻ അങ്ങനെ പ്രായത്തെ ബഹുമാനിക്കുന്നു. ഒരു എതിർഭാഗത്തിരിക്കുന്ന ഒരു ഡിബേറ്റിൽ ആ ബഹുമാനം എല്ലാം തന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്.
അല്ല മറുപടി പറയാൻ നിങ്ങൾ സമയം തരണ്ടേ? നിങ്ങൾ അപ്പോഴായിരുന്നു ഇടപെടേണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം മാത്രം. ഇത് തെറ്റാണ്, നിങ്ങൾ പറഞ്ഞ വസ്തുതാപരമായി തെറ്റാണ്. ഇവർക്കെതിരെ 452 ഉൾപ്പെടെയുള്ള വകുപ്പ് പ്രകാരം കേസെടുത്തത് ഇന്നല്ല, വിളിച്ചു വരുത്തിയതിന് ശേഷമല്ല, നേരത്തെ എടുത്തു. അതിനുശേഷം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇവരെ തേടി വീട്ടിൽ പോയിട്ടില്ല. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിയമപരിരക്ഷയ്ക്ക് പോകാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്ത് അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട, അത് തെറ്റാണ്. രണ്ടാമതൊന്ന് ശ്രീ അജിത് പറഞ്ഞ കാര്യം, CPIM എവിടെയാണ് ദളിത് വിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ സമീപനമെടുക്കുന്നത്? CPIM ദളിത് പക്ഷവും മുസ്ലിം വിരുദ്ധവും കൂടുതലാകുന്നു എന്നതാണ് ശ്രീ വേലായുധം പാർട്ടിയുടെ തന്നെ ആക്ഷേപം. CPIM ന്യൂനപക്ഷ പ്രകടനം നടത്തുന്നു, CPIM ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നു, CPIM ദളിതർക്കൊപ്പം നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പരാതി അതാണ്. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് സൈദ്ധാന്തിക തലത്തിൽ അതിന്റെ ഡിബേറ്റ് ഇതല്ല, ഞങ്ങൾ കേവലമായ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിഭാഗീയമായ വേർതിരിവുകൾക്ക് ഞങ്ങൾ എതിരാണ്. ശ്രീ വേലായുധൻ അങ്ങൊന്ന് സമാധാനപ്പെടൂ. ഇത് ആളുകൾ കണ്ടിരിക്കുകയല്ലേ, അങ്ങൊന്ന് ക്ഷമാപൂർവ്വം കേൾക്കൂ, ഒന്ന് സഹിഷ്ണുത കാണിക്കൂ. രണ്ടാമതൊന്ന് ശ്രീ വേലായുധൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദളിത് വിരുദ്ധതയെക്കുറിച്ചെല്ലാം. ശ്രീ വേലായുധന് സംഘപരിവാറിൻ്റെ ഒരു സംഘടനയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ക്ഷേത്ര സംരക്ഷണ സമിതി. ആ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ കേരളത്തിൽ 600-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ശ്രീ വേലായുധനെ ഞാൻ വെല്ലുവിളിക്കുന്നു, ഈ 600 ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് ബ്രാഹ്മണരല്ലാത്ത അബ്രാഹ്മണനായ ഒരു ശാന്തിക്കാരനെ കാട്ടിത്തരാൻ പറ്റുമോ? പോട്ടെ, വെല്ലുവിളിച്ച് വീണ്ടും ഞാൻ ചോദിക്കുന്നു, RSS നേരിട്ട് നടത്തുന്ന ആലുവയിലെ ക്ഷേത്ര തന്ത്ര വിദ്യാപീഠം, അതിൽ പഠിച്ചിറങ്ങിയ ഒരു അബ്രാഹ്മണന്റെ പേര് ശ്രീ വേലായുധന് പറയാൻ കഴിയോ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. ഹിന്ദു ഐക്യത്തെ കുറിച്ച് നിങ്ങളിവിടെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി എന്ന ഈ സംഘടന, ഞാൻ പറയട്ടെ, ഞാൻ മൂന്നാമത്തെ ചോദ്യം കൂടി പറഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടി ചേർത്ത് നിന്നാൽ മതി, ഞാൻ കേൾക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേരളത്തിലെ RSSന്റെ സംഘടനയാണല്ലോ ഹിന്ദു ഐക്യവേദി. ഈ ദളിതരെയും നായാടി മുതൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നായാടി മുതൽ നമ്പൂതിരി വരെ. ഞാൻ ചോദിക്കട്ടെ, ആ ഹിന്ദു ഐക്യവേദി എന്തേ കേരളത്തിന് പുറത്തില്ല? ഗുജറാത്തിൽ എന്തേ ഹിന്ദു ഐക്യവേദി എന്ന പരിവാർ സംഘടന ഇല്ലാത്ത? എന്തേ ഉത്തർപ്രദേശിലില്ലാത്ത? അവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ പാവപ്പെട്ട ദളിതരായവരെ, ആദിവാസികളെ ഒരുമിച്ച് മനുഷ്യരായിരുത്തുവാൻ പോലും നിങ്ങൾക്ക് മനസ്സില്ല. അതിനുവേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഓർഗനൈസേഷൻ കേരളത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ പരിവാർ സംഘടനയും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ബാലഗോകുലം ഉൾപ്പെടെ, എന്തുകൊണ്ട് എല്ലാ ഹിന്ദുക്കളുടെയും ഏകീകരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ പരിവാർ സംഘടന കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി? ശ്രീ വിജയകുമാർ, ശ്രീ വേലായുധൻ പറഞ്ഞതിനോടാണ് ഞാൻ പ്രതികരിച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. വിഷയത്തിലേക്ക് വരാം. അല്ല, എനിക്ക് സമയം തരണം. റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. ശ്രീ വിജയകുമാർ, അല്ല ഇവിടത്തെ പ്രശ്നം ശ്രീ വിജയകുമാർ, അല്ല ശരി, ഞാൻ അദ്ദേഹം ഉയർത്തിയതിനോട് ഞാൻ പ്രതികരിക്കുകയായിരുന്നു. രണ്ട്, ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഭവത്തെ അവിടെ ഉണ്ടായ ഒരു പ്രശ്നം, അവിടെ ഈ പറയുന്നത് പോലെ സക്കീനയുമായിട്ടുള്ള പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞു, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ഇവരുമായിട്ട് വ്യവഹാരവുമായിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, ഇതിൽ യഥാർത്ഥത്തിൽ ശ്രീ രാജനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ചേരുക ദളിത് എന്ന ഐഡന്റിറ്റി എന്നതിനപ്പുറത്ത് ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയുമ്പോൾ ഒരു വ്യവഹാരി എന്ന ഒരു ഐഡന്റിറ്റിയാണ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ അവർ കൊടുത്ത കേസെടുക്കുന്നു, മറിച്ച് അവർക്കെതിരെ കൊടുത്ത കേസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നീതിയല്ല. ശ്രീമതി സുമാ ബാലകൃഷ്ണൻ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. കുറച്ച് സമയമായിട്ട് ശ്രീമതി സുമാ ബാലകൃഷ്ണൻ അക്കാര്യം പറയുന്നുണ്ട്. ശ്രീമതി സുമാ ബാലകൃഷ്ണൻ, ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഞാൻ ആദ്യം ഉപയോഗിച്ച വാക്ക് ഒരു ശല്യക്കാരായ വ്യവഹാരികൾ എന്ന നിലയിലാണ് പച്ചക്കള്ളം പറയുകയാണ്. റഹീം ജാതിയുണ്ട്, മതമുണ്ട്, ദൈവമുണ്ട്, ഈശ്വരനുണ്ട്, അള്ളാഹുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ ഇസ്ലാം സമുദായം, ഇസ്ലാം ജാതികൾ അവരുടെ പുണ്യമാസം ആചരിക്കുന്ന ഈ സമയത്ത്, നോമ്പ് നോൽക്കുന്ന സമയത്ത്, ഞങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് റഹീം എന്ന പേരുകാരൻ പച്ചക്കള്ളം പറയുകയാണ്. പച്ചക്കള്ളം, അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. തന്നെയല്ല, ശ്രീ വിജയകുമാർ ചക്കെന്ന് ചോദിക്കുമ്പോൾ കൊക്കെന്നാണോ മറുപടി പറയേണ്ടത്? ഇവിടുത്തെ വിഷയം 2 ദളിത് യുവതികളെ പോലീസ് സ്റ്റേഷനിൽ
മനുഷ്യനെ കൊണ്ടുപോയി ഒരു രാത്രി മുഴുവൻ, ഒരു ദിവസം മുഴുവൻ 1.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയോടൊപ്പം ആ വനിതാ ജയിലിലാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ വേലായുധൻ പറഞ്ഞത് ഇതിന്റെ പേരിൽ രാഷ്ട്രീയമില്ല, അവിടെ ഉണ്ടായിരുന്ന ദളിത് പീഡനമാണ് എന്നാണ്. ദളിത് പീഡനം തന്നെയല്ല, കഴിഞ്ഞ 15 വർഷത്തിലധികമായി ശ്രീ രാജനും കുടുംബവും പീഡിപ്പിക്കപ്പെടുകയാണ്. ഞങ്ങളത് കാണുന്നതാണ്, ഞങ്ങൾ അറിയുന്നതാണ്. പോട്ടെ 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 എന്ന് വെച്ച് ഓരോ സമയവും ആദ്യം രാജന്റെ ഭാര്യ മത്സരിച്ചപ്പോൾ, അതിനുശേഷം രാജന്റെ മകൾ മത്സരിച്ചപ്പോൾ, ഇപ്പം രാജൻ ശ്രീ കാരായി ചന്ദ്രശേഖരനെതിരെ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ പീഡനങ്ങൾ കൂടി. വീടിന്റെ മുന്നിൽ വന്ന് അസഭ്യം പറയുക, വീട്ടിലേക്ക് അവരുടെ കിടങ്ങുകൾ, മതിൽ എന്ന് പറയുന്ന സാധനം പൊളിച്ചു കളയുക, കുട്ടികൾ വഴിയിൽ കൂടെ പോകുമ്പോൾ നാമം പറഞ്ഞ് ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കുക. അതിനോട് ഇന്നത്തെ സമൂഹം പ്രതികരിക്കില്ലേ? ഇന്നത്തെ പെൺകുട്ടികൾ പ്രതികരിക്കില്ലേ? മാംസവും ചോരയും ഉള്ളവർ സ്വന്തം പിതാവിനെ ചീത്ത പറയുമ്പോൾ എന്തുകൊണ്ട് ചീത്ത പറയുന്നു, എന്തിനു ഞങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ സ്റ്റെപ്പിൽ നിന്നാണ് ചോദിച്ചത്. ഓഫീസിനകത്തേക്ക് പോലും കയറിയില്ല. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ളയാള് വസ്ത്രം പൊക്കി അല്ലെ ഉടുമുണ്ട് പൊക്കി കാണിക്കുന്നതാണോ മാർക്സിസ്റ്റിന്റെ സംസ്കാരം? ശ്രീ റഹീമിനോട് ഞാൻ ചോദിക്കുകയാണ്. തന്നെയുമല്ല, ഈ കുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് 4 പെൺമക്കളാ. 2 എണ്ണാണ് വന്ന് ചോദിച്ചത്, 2 കൂടെ വീട്ടിലുണ്ട്. ഈ 4 പെൺമക്കളെ സംരക്ഷിക്കുന്ന ഒരു പിതാവിന്റെ വേദന ഞങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ മാർക്സിസ്റ്റുകാർ കണ്ണൂരിൽ ചെയ്തു വരുന്ന കാലാകാലമായി ഞങ്ങൾ അനുഭവിച്ചു വരുന്ന ആൾക്കാരാ. ഒന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപിൽ കേരളത്തിന് മുമ്പിൽ ഒരു മുദ്രാവാക്യം കൊടുത്തു, LDF വരും, എല്ലാം ശരിയാകും. എല്ലാം ശരിയാകുമെന്നല്ല നിങ്ങളുടെ മുദ്രാവാക്യം, എല്ലാം ശരിയാക്കുമെന്നാണ്. നിങ്ങൾ ഓരോരുത്തടത്ത് നിന്ന് ശരിയാക്കി കൊണ്ടുവന്നു. ഇന്ന് ദളിതിന്റെ ആണെങ്കിൽ കല്യാശ്ശേരിയിൽ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 11ാം വാർഡിൽ മത്സരിച്ച ഞങ്ങളുടെ ഒരു സഹോദരിയുണ്ട്, ശ്രീമതി ബാനു. അവരുടെ മകൾ അവിടുത്തെ ആയുർവേദ ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ പോകാനോ ഡിസ്പെൻസറി തുറക്കാനോ അവരെ അനുവദിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് തടസ്സം സൃഷ്ടിച്ച അവസാനം ഇന്നലെയാണ് ഒരു ചർച്ചയോടനുബന്ധിച്ച് അതിൽ മാറ്റം വന്നത്. നിങ്ങൾ ചെയ്തു വരുന്നത് ഇങ്ങനെയാ. എനിക്കിന്ന് അറിയാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഒരുപാട് സ്വപ്നം നന്നുകൊണ്ട് അധികാരത്തിലേറി. എല്ലാവരും സമത്വരാണ്, എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞതെന്താ? തലശ്ശേരിയിലെ സംഭവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണത് പറയുന്നത്. എനിക്ക് പറയാൻ സാധിക്കും, ഈ കണ്ണൂരിൽ ഒരു ഇലയനങ്ങിയാൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. റഹീം പറഞ്ഞതിന്റെ 3 ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് അവസരം തരണം. ഞാൻ ചുരുക്കി പറയാം. പക്ഷേ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ബ്യൂറോയിൽ നാളിതുവരെ ഒരു പട്ടികജാതിക്കാരനെ കൊണ്ടുവരാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. വ്യക്തമായ കണക്കുണ്ട്. റഹീം അന്വേഷിക്കുക. എനിക്ക് റഹീമിനെ പരിചയമില്ല. ഞാനൊരു പട്ടികജാതിക്കാരനാ റഹീമേ, ഞാൻ RSSകാരനാണ്. അല്ലല്ല കേട്ടെ, ഞാൻ പറയട്ടെ. റഹീം ഇത്ര നേരം പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ തന്ത്രവിദ്യാപീഠം, അവിടെ ദളിതനല്ലേ ബ്രാഹ്മണരാത്ത എത്രയോ പേര് പഠിച്ചിറങ്ങി. ശ്രീധരൻ തന്ത്രിയുടെ മകൻ പഠിച്ചത് അവിടെയാണ്. അവിടെ നിന്നാണ് ഇറങ്ങിയത്. റഹീം പുസ്തകം വായിക്കണം. ഈ ഹിന്ദു ഐക്യവേദിയിൽ നിരവധി പട്ടികജാതിക്കാരുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ നിരവധി പട്ടികജാതിക്കാർ ചുമതലയുണ്ട്. റഹീമേ, ഞാനൊരു ഷെഡ്യൂൾ കാസ്റ്റാണ്, ഞാൻ RSS ആയിരുന്നു. ഇപ്പോഴാണ് BJPയുടെ നേതൃത്വത്തിൽ വന്നത് വർഷങ്ങളായിട്ട്. പഠിക്കാതെ കാര്യം പഠിക്കാതെ റഹീം പറയുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ ഒരൊറ്റ പട്ടികജാതിക്കാരെ ഇതുവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. പാവപ്പെട്ട പട്ടികജാതിക്കാരെ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. ചുരുക്കി പറയണം, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. അല്ല ശ്രീ വിജയകുമാർ, ഒരൊറ്റ കാര്യം, പോളിറ്റ് ബ്യൂറോ അല്ലല്ല, ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണല്ലോ BJPയുടെ കച്ചവടം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന ദളിത് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ തന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ചിറങ്ങിയെന്ന് പറയുന്ന ദളിതനെയെങ്കിലും നിങ്ങൾ നടത്തുന്ന ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ശാന്തിക്കാരനായി വെക്കണ്ടേ? നിങ്ങൾ പറ, ഒരാൾ അല്ല, അതിൽ ഒരു ദളിതന്റെ പേര്
റഹീമെ ഞാൻ എന്താ കണക്ക്? ഒരാളുടെ പേര് പറ. ഇന്ത്യയിലെ സാക്ഷി എന്താ? 600-ൽ ഒരാളുടെ പേര് പറ. 600-ൽ ഒരാളുടെ പേര് പറ. ഞാൻ നിങ്ങൾ പറയുന്ന ശ്രീ വേലായുധൻ 600-ൽ ഒരാളുടെ പേര് പറയൂ. ഒരാളുടെ പേര് ഒന്നതാണ്. ആ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നല്ലോ. ഞാനിവിടെ ഇരിക്കല്ലേ, ഞാനില്ലേ സാക്ഷി, ഞാൻ ഇരിക്കല്ലേ ഇവിടെ. ശരി, നമുക്കത് അവിടെ ഈ ഡിബേറ്റ് അവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് ശ്രീ അജിത് കുമാർ, ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ സംഭവം, രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്കും ഒക്കെ ശേഷം അംബേദ്കർ മൂവ്മെന്റ് അതൊരു പ്രസ്ഥാനം എന്ന നിലയിൽ കുറെ കൂടി കരുത്താർജിച്ചിട്ടുണ്ട് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കൊക്കെ ഇടയിൽ, ദേശീയ സർവകലാശാലകളിലൊക്കെ അതൊരു മൂവ്മെന്റായി ശക്തിപ്പെട്ടു വരികയാണ്. അത്തരമൊരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഈ ചർച്ചയിൽ തുടക്കം കുറിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഈ മുദ്രാവാക്യം ലാൽ സലാമും ജയ് ഭീമും ഒരുമിച്ച് പോകുമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ മുദ്രാവാക്യം ഒരുമിച്ച് പോകും, തോളോട് തോൾ ചേർന്ന് പോകുമെന്ന് പറഞ്ഞ പാർട്ടി നേതൃത്വത്തെ ഈ നിലയിൽ അവിശ്വസിക്കേണ്ടി വരുന്നത് താങ്കളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക്? അതിപ്പം ഇത്തരം കാലം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും എല്ലാ കാലത്തും ഇപ്പോൾ ഈ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ തന്നെ ശരിക്കും എതിരായിട്ട് നിന്നിട്ടുള്ള SFI ആണ്. അപ്പോൾ എല്ലാ കാലത്തും ദളിത് പ്രസ്ഥാനങ്ങളെ എതിർത്ത് വന്ന ഒരു പ്രധാന ശക്തി എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ ദളിത് പ്രസ്ഥാനങ്ങളുടെ വികാസം കൊണ്ട് ശരിക്കും വ്യാവഹാരികമായിട്ടുള്ള മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള രീതിയിൽ ദളിത് മുന്നേറ്റം ഉണ്ടായപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM-നെ പോലുള്ള ശക്തികൾക്ക് ഇങ്ങനെ സ്വയം മാറേണ്ടി വരികയല്ല, അതുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, കാരണം ജാതി വിരുദ്ധമായിട്ടുള്ള വ്യവഹാരങ്ങൾ വന്നപ്പം CPM-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഉണ്ടാക്കിയ അവരുടെ ഒരു പ്രതിസന്ധി എന്ന് വന്ന ഒരു കാര്യം മാത്രമാണ് ലാൽ സലാം നീൽ സലാം എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പോൾ അത് ശരിക്കും നോക്കുകയാണെങ്കിൽ രോഹിത് വെമുലയുടെ തന്നെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും രാജ്യവ്യാപകമായിട്ട് തന്നെ കാര്യമായിട്ട് പ്രതിഷേധം ഉണ്ടായി. അപ്പോൾ അതിൽ CPM-നൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ വന്നിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്. അപ്പോൾ ആ സമയത്താണ് ഈ JNU പോലൊരു JNUവിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ JNU അടിസ്ഥാനപരമായിട്ടുള്ള കശ്മീർ പോലുള്ള ചില വിഷയങ്ങളുടെ സംഗതിയെല്ലാം മാറ്റി നിർത്തിയിട്ട് അതിനെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ കാര്യമായിട്ട് മാറ്റിയിട്ട് ഹൈദരാബാദ് ഉയർത്തിക്കൊണ്ട് വന്ന ജാതി വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം ഒരു മുൻകൈ നേടാൻ വേണ്ടി ശ്രമിച്ച ഒരു കാര്യം മാത്രമാണ് ഈ ലാൽ സലാം നീൽ സലാം. അത് ശരിക്കും ദളിതരെയും ബഹുജനങ്ങളെ സംബന്ധിച്ച ഒരു വഞ്ചനയായിരുന്നു ശരിക്കും. കാരണം അംബേദ്കർ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹൈദരാബാദിലൊക്കെ ഉയർന്നു വന്നത് ഒരു വലിയ വിശാലമായൊരു ഐക്യമാണ്. ദളിതരുടെയും മുസ്ലിങ്ങളുടെയും മറ്റു ബഹുജനങ്ങളുടെയൊക്കെ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അതിനെ ശരിക്കും ആ സമയത്ത് തീർത്തും അപ്രസക്തമായി മാറുകയായിരുന്നു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അപ്പം അത് മെയിനായിട്ട് ഈ സംഘപരിവാറിനെതിരായിട്ടും BJP-ക്കെതിരായിട്ടൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നത് രോഹിത് വെമുലയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു അംബേദ്കർ രാഷ്ട്രീയമാണ്. അപ്പോൾ അതിലൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ ലാൽ സലാം നീൽ സലാം എന്നുള്ളൊരു മുദ്രാവാക്യമായിട്ട് വന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളാണ് സംഘപരിവാറിനെ എതിർക്കാൻ കഴിയുന്നവരെന്നുള്ള രീതിയിലൊരു അവർ പറയാൻ ശ്രമിക്കുക ചെയ്യുന്നത്. പക്ഷെ ശരിക്കും അതല്ല ഉണ്ടായിരുന്നത്. ശരിക്കും ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വന്നത് ദളിത് പ്രസ്ഥാനങ്ങളുടെ മൂവ്മെൻറ്റാണ്. ഈ സമയത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഇവർ പരസ്പരം സംഘപരിവാറും ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സവർണ പാർട്ടികളാണെന്നൊക്കെ ആരോപിക്കുന്നതിനകത്തൊരു കാര്യമില്ല. കാരണം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രശ്നത്തിന് അപ്പുറത്തേക്ക് തന്നെ ഇവർ പരസ്പരം ആരോപിക്കാൻ തന്നെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ ദളിത് പ്രസ്ഥാനങ്ങളാണ്. ഈ ദളിത് പ്രസ്ഥാനങ്ങളുടെ ജാതി വിരുദ്ധമായിട്ടുള്ള വ്യവഹാരങ്ങളാണ് ഈ പാർട്ടികൾക്ക് അവർക്ക് പരസ്പരം ആരോപിക്കാനേ കഴിയുന്നു. ഒരു സമയത്ത് പോലും അവർ സ്വയം നോക്കാറില്ല. ഇപ്പോൾ CPM തന്നെ ഇപ്പോൾ BJP ഒരു സവർണ പാർട്ടിയാണെന്ന് പറയുന്നു, BJP തിരിച്ച് CPM-നെ പറയുന്നു. അപ്പോൾ ഇതും കോൺഗ്രസും എല്ലാം അതാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് ഒരു സമയത്ത് പോലും സ്വയം അവര് നോക്കാൻ തയ്യാറാവുന്നില്ല. ജാതീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ റഹീം, ഞാൻ വീണ്ടും വിഷയത്തിലേക്ക്. ഇവിടെ ഇന്ന് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ്, AK ബാലന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പോലീസിന് വീഴ്ച വന്നിട്ടുണ്ടെന്ന ധ്വനി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ദളിതനും അകാരണമായി പീഡിപ്പിക്കും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കേണ്ടി വരില്ല. അവരുടെ സംരക്ഷണം സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ നിലയിൽ ഈ വിഷയത്തെ പരിഗണിക്കാൻ എന്തുകൊണ്ട്
മറ്റുള്ളവർക്ക് കഴിയുന്നില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ദില്ലിയിലെ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടില്ല, പഠിക്കാതെ മറുപടി പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ CPIM ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഒന്നും ഭയക്കാനോ ഒന്നും മറുപടി പറയാനോ ബാധ്യതയില്ലെങ്കിൽ അത് കൈയൊഴിയുകയല്ലേ വേണ്ടത്? ഇക്കാര്യത്തിൽ പോലീസിന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കുക എന്നതല്ലേ അതിലെ സ്വാഭാവിക നടപടി. ഇന്നിപ്പോൾ ഈ പെൺകുട്ടികളുടെ പിതാവ് പറഞ്ഞത്, അദ്ദേഹം പോലീസിനോട് അന്വേഷിച്ചപ്പോൾ പാർട്ടി നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങളോട് പറഞ്ഞു, സമ്മർദ്ദമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ആ നിലയിലൊക്കെ കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ സമ്മർദ്ദമായിരിക്കാം. ശ്രീ വിജയകുമാർ, ശ്രീ രാജൻ നടത്തിയ അഭിപ്രായ പ്രകടനം സമ്മർദ്ദമാണെന്ന് പറഞ്ഞതിന് വിശ്വാസമെടുക്കാനാവില്ല. രണ്ടാമതൊന്ന്, ഈ പ്രശ്നം രാവിലെ ടെലിവിഷൻ ചാനലിൽ വാർത്തയായ സന്ദർഭത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ DGPയോട് അഭിപ്രായം ചോദിച്ചിരുന്നു. DGP പറഞ്ഞല്ലോ, അത് തന്നെയാണ് സഖാവ് AK ബാലനും പറഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചു, എന്തെങ്കിലും തരത്തിൽ നിയമപരമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരിശോധിക്കും, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഞങ്ങൾ പറഞ്ഞത് CPIM അത്തരത്തിലൊരു മനോഭാവമില്ല എന്നാണ് ഞാൻ ചർച്ചയിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത്. രണ്ടാമതൊരു ഭാഗം, ശ്രീ അജിത്ത് പറഞ്ഞതിനകത്ത് വസ്തുതാപരമായ പിശകുണ്ട്. ഞങ്ങൾ ദളിത് സംഘടന എന്നത് മാത്രമല്ല, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സംഘടനകളാകുന്നതും ആ സംഘടനയുടെ പേരിൽ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളും ഇവരും തമ്മിൽ തന്നെ ഇങ്ങനെ ദളിതർക്ക് വേണ്ടി ഇങ്ങനെ അഭിപ്രായം പറയാൻ, നിങ്ങൾ ദളിത് വിരുദ്ധമാണ് എന്നൊക്കെ തുറന്നു കാണിക്കേണ്ടി വന്നത് തന്നെ അവരുടെ സാന്നിധ്യം കൊണ്ടെന്നാണ്. തെറ്റാണ്. 1930കളിലാണ്, 30കളുടെ മധ്യത്തിലാണ് ഈ മദൻ മോഹൻ മാളവിയ കോട്ടയത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ കോട്ടയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനിടയിൽ, നിങ്ങൾ ഈ രാമരാജ്യത്തെക്കുറിച്ചും സവർണ രാഷ്ട്രത്തെക്കുറിച്ചും സംസാരിക്കരുത്, നിങ്ങൾ ഈ പറയുന്ന രാമരാജ്യം ഞാൻ ഉൾപ്പെടുന്ന പിന്നോക്ക ജനവിഭാഗത്തിൻ്റെ രാജ്യമല്ല, ഞങ്ങൾക്ക് ശൂദ്രമുനിയെ കൊന്ന രാമൻ്റെ ഭരണത്തെക്കാൾ ഇഷ്ടം രാവണൻ രാജ്യം ഭരിക്കുന്നതാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് തടസ്സം പിടിച്ചത് ശ്രീ സഹോദരൻ അയ്യപ്പനാണ്. C. കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകം ഞാൻ ഉദ്ധരിക്കുന്നു. ആ പുസ്തകം നിങ്ങൾ വായിക്കൂ. ഞാൻ പറഞ്ഞത്, അന്ന് ശ്രീ സഹോദരൻ അയ്യപ്പനെ കൊണ്ട് അന്ന് മദൻ മോഹൻ മാളവിയുടെ സനാതന ഹൈന്ദവ രാഷ്ട്രീയത്തിലെ ഈ ശ്രീ വേലായുധനെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുപ്പിച്ചത് ഒരു ദളിത് പക്ഷ സംഘടനകളുടെയും ഇടപെടൽ കൊണ്ടല്ല. അത് ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന സംവാദമാണ്, ഏറ്റുമുട്ടലാണ്. അത്തരമൊരു സാർത്ഥകമായ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ വേറൊരു സ്ഥലം നിശ്ചയിക്കൂ, നമുക്കാകാം. ഇവിടത്തെ പ്രശ്നം നിങ്ങൾ ഇതുമായി കൂട്ടിക്കൊഴിക്കരുത്. നിങ്ങൾ CPIM-നെ എന്തിനാണ് ദളിത് വിരുദ്ധമായി ചൂണ്ടിക്കാണിക്കുന്നത്? നിങ്ങൾ പറയുന്നു അതിൽ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചാൽ മതി. അവിടെ നോൺ ബെയിലബിൾ, ജാമ്യമില്ലാ വ്യവസ്ഥകളോടെ അറസ്റ്റ് ചെയ്യേണ്ട കേസുണ്ടായിരുന്നോ? ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മയ്ക്ക്, അത് അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ടു എന്നതുകൊണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്നത് ഞാൻ പറയാതെ റഹീമിന് അറിയാമല്ലോ. അത്തരം ഒരു സ്ത്രീക്ക് ഈ കുട്ടിയെയും കൊണ്ട് ഒരു ദിവസം സബ് ജയിലിലെ വനിതാ സെല്ലിൽ കിടക്കേണ്ടി വന്നു. ആ സമയം ഗവൺമെന്റ് മാറി, ഇടതുമുന്നണി അധികാരത്തിൽ വന്നു, പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസിംഗ് സമ്പ്രദായത്തിന് കീഴിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആക്ഷേപങ്ങൾക്ക് CPM മറുപടി പറയണം, രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ. ശ്രീ വിജയകുമാർ, ഈ വിഭാഗത്തിന് കൊടുക്കുന്ന, ദളിത് വിഭാഗത്തിന് കൊടുക്കുന്ന പരിരക്ഷ അത് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ല. മീൻസ് ഒരു കുറ്റകൃത്യം ഉണ്ടായാൽ അത് നിയമ നടപടി വേറെയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന അത്തരം നിയമ നടപടിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞു മാരകമായ വകുപ്പുകൾ ചുമത്തി, തെറ്റാണ്. ഈ ഷിജിലിന്റെ തന്നെ മൊഴിപ്രകാരമുള്ളത് അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. ആ മൊഴിപ്രകാരം കേസെടുത്തിരുന്നുവെങ്കിൽ 307 ഏറ്റവും കുറഞ്ഞ 308 എടുക്കണം. അതെടുത്തില്ലല്ലോ. അതിക്രമിച്ചു കയറി എന്നതിന് മാത്രമാണ്, അത് ഫാക്റ്റാണ്. അവരുടെ മൊഴിപ്രകാരമല്ല കേസെടുത്തത്. മറിച്ച് നിങ്ങൾ നോക്കൂ, മറിച്ച് ഇവർ കൊടുത്ത മൊഴി അതുപോലെ കേസെടുത്തു. അതിലാണ് അട്രോസിറ്റി, ഹരിജൻ അട്രോസിറ്റി ഉൾപ്പെടെ വന്നത്, SC/ST അട്രോസിറ്റി ഉൾപ്പെടെ വന്നത്. CPIM കേരളം ഭരിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പ്ലീസ് ഒരു കാര്യം. ഞങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു, അദ്ദേഹത്തിന്റെ ജില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയിരുന്നെങ്കിൽ അവർ ജയിലിൽ കിടക്കുമായിരുന്നോ? അപ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് അക്കാര്യത്തിൽ സമീപനം എടുത്തത്. അതിക്രമിച്ചു കയറി പാർട്ടിയിലെ ഒരു പ്രാദേശിക നേതാവിനെ, ഒരു ലോക്കൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ചു കയറി ഒരു നേതാവിനെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ വധശ്രമത്തിനോ അത്തരം ഒരു നീക്കം നടത്തിയത് ആ നിലയ്ക്ക് പോലീസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ഉദാര സമീപനം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് റഹീം പറയുന്നത് ഈ രണ്ടുപേരുടെ കാര്യത്തിൽ.
എനിക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ അഭിപ്രായം പറയാനുണ്ട്. ഈ കുട്ടികൾക്ക് നീതി നിഷേധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നമ്മൾ പറഞ്ഞതുകൂട്ട് ദളിത് പീഡനം മാത്രമല്ല, രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്ന മാർക്സിസ്റ്റ് തന്ത്രമാണ് ഇവിടെ. ശ്രീ പിണറായി വിജയൻ, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര അപകടങ്ങൾ, എത്ര അനർത്ഥങ്ങൾ, എത്ര സംഘടനകൾ, എത്ര മരണങ്ങൾ, എത്രയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആരെ ഏത് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നു അവരെ ഇല്ലാതാക്കുക എന്നൊരു പ്രവണത കൂടിയുണ്ട്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ക്രൂരമായി രാജനെ മർദ്ദിച്ചത്. അച്ഛനെ മർദ്ദിക്കുന്നത് കണ്ടാൽ മക്കൾ ചോദിക്കും, തങ്ങളെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചാൽ ഇന്നത്തെ പെൺകുട്ടികൾ കയറി ചോദിക്കും. അവർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിനുള്ളിൽ കയറിയിട്ടില്ല, സ്റ്റെപ്പിൽ നിന്നിട്ടാണ് ചോദിച്ചത്, എന്തിനാണ് ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ അയാൾ നഗ്നത പ്രദർശിപ്പിക്കുകയും കസേരയെടുത്ത് അടിക്കുകയും 1.5 വയസ്സുള്ള കുഞ്ഞിനെ വലിച്ചെടുത്ത് അടിക്കാൻ ശ്രമിച്ചു, നിലത്തടിക്കാൻ ശ്രമിച്ചു. ഇവർക്ക് ഈ മർദ്ദനം കിട്ടിയതിന് ശേഷം ജില്ലാ ആശുപത്രിയിൽ പോയി. ജില്ലാ ആശുപത്രി ഡോക്ടർമാർ ഇവർക്ക് ശുശ്രൂഷ കൊടുത്തില്ല. ജില്ലാ ആശുപത്രി തലശ്ശേരി ഇവർക്ക് വേണ്ട ശുശ്രൂഷ കൊടുത്തില്ല. രണ്ടാമത് ബിജെപിയുടെ നേതാവാണ് വനിതാ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷ. അവർ ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഈ കുട്ടികൾ തങ്ങൾ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ച് പറയാനായിട്ട് അവരുടെ അരികിലേക്ക് പോയി. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഇവരിൽ നിന്ന് പരാതി സ്വീകരിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പരാതി സ്വീകരിക്കാൻ വന്നതല്ല, ഇവിടെ പീഡനങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അനർത്ഥങ്ങൾ ഉണ്ടായ ബിജെപിക്കാരുടെ ഭവനം സന്ദർശിക്കാനാണ്. അപ്പൊ ഏതെല്ലാം രീതിയിൽ അനീതി ഇവർക്ക് കിട്ടി, ഇവരോട് അനീതി കാണിച്ചു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചികിത്സ നിഷേധിച്ചു. സ്വീകരിച്ചില്ല. അവസാനം പോലീസ് മൊഴിയെടുക്കാൻ ചെയ്ത അനീതി മാത്രമല്ല, രാഷ്ട്രീയ പ്രതിയോഗിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന റഹീം പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ റഹീമിനെ ഓർമ്മപ്പെടുത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നേ വരെ ഒരു ജാതി സംഘടനയ്ക്ക് രൂപം കൊടുത്തില്ല, വസ്തുതയാണ്. പക്ഷേ റഹീമ് ഇപ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കിയത് നിങ്ങളുടെ പാർട്ടിയാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോഴത്തെ രാജ്യസഭ MP, കൊല്ലത്തുകാരൻ. അറിയില്ലെങ്കിൽ പോയി പരിശോധിക്ക്. എന്തിനാ ജാതി സംഘടന മാർക്സിസ്റ്റ് പാർട്ടിക്ക്, പട്ടികജാതി എന്തിനാ ആദിവാസി സംഘടന നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ശുദ്ധ കളവും വഞ്ചനയും അല്ല പറയട്ടെ. ജാതി സംഘടന പട്ടികജാതിയുടെ പേരിൽ ജാതി സംഘടന ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോകുന്നു. പട്ടികജാതിക്കാര് അവിടെ നിന്ന് രക്ഷയില്ല, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വിട്ടുപോണത്. അതുകൊണ്ട് നിങ്ങൾ ജാതി സംഘടനയ്ക്ക് രൂപം കൊടുത്തു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ 2 ദളിത് യുവതികൾ കയറി ആക്രമിച്ചെങ്കിൽ അതിന്റെ കണക്കൊന്ന് പറയും, എന്തൊക്കെ തകർത്തു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വസ്തുതകൾ ഒരുപക്ഷെ നാളെ ഉണ്ടാകും. സർക്കാരിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ഇതിൽ കൂടുതൽ പ്രതികരണത്തിന് മുതിരുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഈ വിഷയമായിരുന്നു ഇന്ന് ന്യൂസ് ടുഡേ ഈ പശ്ചാത്തലത്തിലാണ് ചർച്ചയ്ക്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സുമാ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് A. റഹീം, ശ്രീ PM വേലായുധൻ, AS സജിത് കുമാർ, എല്ലാവർക്കും നന്ദി.